നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തമാക്കി ഇടുക്കിയിൽ ഇടതുപക്ഷം ആദ്യഘട്ടമെന്ന നിലയിൽ 5 നിയോജക മണ്ഡലങ്ങളിലും വികസന മുന്നേറ്റ ജാഥകൾ സംഘടിപ്പിക്കുന്നു. ജാഥയിലൂടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ചിത്രങ്ങൾ കൂടി വ്യക്തമാവുകയാണ്. പീരുമേട്ടിലെ ജാഥ ക്യാപ്റ്റൻ CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാറും, ഉടുമ്പൻചോലയിൽ MM മണിയും, ദേവികുളത്ത് A. രാജയും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, തൊടുപുഴയിൽ ജിമ്മി മറ്റത്തിപ്പാറയുമാണ് ക്യാപ്റ്റന്മാർ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഒരുപടി മുന്നേ ഇടതുപക്ഷം സജീവമാവുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്താണ് വിവരങ്ങൾ? അശ്വതി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷം ഇടുക്കിയിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന രംഗത്തിലേക്ക് ഇടതുപക്ഷം കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ആദ്യ പടി എന്ന രീതിയിലാണ് ഇപ്പോൾ 5 നിയോജക മണ്ഡലങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് വികസന മുന്നേറ്റ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദേവികുളത്ത് ആരംഭിച്ചിരിക്കുന്നു. മറ്റു മണ്ഡലങ്ങളിൽ കൂടി അടുത്ത ദിവസങ്ങളിൽ ജാഥ പര്യടനം ആരംഭിക്കുകയാണ്. ഈ ജാഥ പര്യടനം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ 5 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കൂടി ആകുകയാണ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം പീരുമേട്ട് CPIയുടെ മണ്ഡലമാണ്. CPI ആണ് കാലങ്ങളായി അവിടെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തു നിന്ന്. CPIയുടെ ഇത്തവണ അവിടെ വികസന മുന്നേറ്റ യാത്ര നയിക്കുന്നത് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ആണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആദ്യം ഉയർന്നു വന്ന പേരുകളിൽ CPIയിൽ ഉയർന്നിരിക്കുന്ന ഒരു പേര് ആ ഒരൊറ്റ പേരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇടതുപക്ഷത്തത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലായിരിക്കണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പീരുമേട്ടിലെ സ്ഥാനാർത്ഥിയായി K. സലിംകുമാറും, ഉടുമ്പൻചോലയിൽ വീണ്ടും 3ാം തവണയും മത്സരിക്കാൻ MM മണിയും എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദേവികുളത്ത് രാജ തന്നെ മത്സരിക്കുന്നു. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തും എന്ന് തന്നെയാണ്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ തൊടുപുഴയിലും കേരള കോൺഗ്രസിൽ നിന്നുള്ള ജിമ്മി മത്സര രംഗത്തേക്ക് എത്തുമെന്നുള്ള ഒരു സൂചന ഈ ജാഥ പര്യടനം ആരംഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ഈ സ്ഥാനാർത്ഥികളായി നിർണയിക്കപ്പെട്ടില്ലെങ്കിൽ സ്ഥാനാർത്ഥി പരിഗണനയിലുള്ളവർ ഈ ജാഥയുടെ ക്യാപ്റ്റന്മാരായി രംഗത്തെത്തുന്നു. അവർ ആ മണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നു. ഈ ഇടതുപക്ഷത്തിന്റെ വികസന നേട്ടങ്ങൾ ഒക്കെ എണ്ണി പറയുന്ന ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ മുഖങ്ങളെ പരിചിതമായി തന്നെ നിലനിർത്തുന്നു. അതൊരു ട്രെൻഡാക്കി മാറ്റുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരു കരുനീക്കമായി തന്നെ ഈ ജാഥയെ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും 5 നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വികസന മുന്നേറ്റ ജാഥയുമായി കടന്നു വരികയാണ്. ആ കടന്നു വരുമ്പോൾ എല്ലാം തന്നെ ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 5 പേർ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ 5 പേരിൽ മാത്രമായി ഇടതുപക്ഷം നിൽക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ വളരെ വേഗത്തിൽ തന്നെ സമീപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പല പേരുകൾ, പല മുഖങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതെല്ലാം ഇടതുപക്ഷം കൂടിയിരുന്ന് ആലോചിച്ച് ഒരു കൃത്യതയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് കളത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇടതുപക്ഷം ഒന്നാകെ നിന്നുകൊണ്ട് 5 നിയോജക മണ്ഡലങ്ങളിലും ഈ വികസന മുന്നേറ്റ ജാഥ നയിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ കോൺഗ്രസും ഒപ്പം തന്നെ ചെറുകിട കർഷക സംഘടനകളടക്കം, സ്വതന്ത്ര കർഷക സംഘടനകളടക്കം ഉന്നയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഭൂപ്രശ്നങ്ങൾ, പട്ടയ വിഷയങ്ങൾ, ഇവിടെയൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കടന്നു പോകുന്നത്. എന്നാൽ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ കൂടിയാണ് ഈ ജാഥ ലക്ഷ്യം വെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 64 റൂൾസ് അനുസരിച്ചുള്ള പട്ടയങ്ങൾ നൽകുന്നതിലേക്ക് തടസ്സങ്ങൾ നീക്കിയിരിക്കുന്നു. വീണ്ടും പട്ടയം അനുവദിക്കാമെന്ന തരത്തിൽ കോടതി ഉത്തരവ് അനുകൂലമായി ഉണ്ടായിരിക്കുന്നു. CHRL മേഖലയിലും പട്ടയം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണം പൂർത്തിയാക്കി അതിന്റെ ക്രമവൽക്കരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ ഇടതു സർക്കാർ മുമ്പ് പറഞ്ഞിരുന്ന വിഷയങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു എന്ന് ജനങ്ങൾക്കിടയിലേക്ക് തുറന്നു പറയുവാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വികസന മുന്നേറ്റ ജാഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊക്കെ ഉപരിയായി ഏറ്റവും ആദ്യം തന്നെ കളം നിറഞ്ഞ് ട്രെൻഡ് തങ്ങൾക്ക് അനുകൂലമാക്കുകയും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്കിടയിൽ സ്വാധീനിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യവുമുണ്ട്. ഈ കോൺഗ്രസിനുള്ളിലും ഒപ്പം തന്നെ UDF-നകത്തും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഇപ്പോഴും ചർച്ചയിൽ തുടരുന്ന ഒരു സ്ഥിതി
ചർച്ചയിൽ തുടരുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഒരുപടി മുന്നേ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കളം നിറഞ്ഞ നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിലുപരിയായി സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സൂചന കൂടി ഇടതുപക്ഷം മുന്നോട്ട് വെക്കുകയാണ് ഇടുക്കി ജില്ലയിൽ. അശ്വതി, വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജക്കാട്.